യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാണല്ലോ നിർത്തിയത്. അതിന് മുമ്പ് നമ്മളതിൻ്റെ 8 തൊട്ടുള്ള ഇന്ന് നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ 8 തൊട്ടുള്ള വാക്യങ്ങൾ ഒത്തിരി വിഷയങ്ങൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ നിന്ന് അതിനെ മരിപ്പിക്കുക, പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ മാറ്റുക. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന പുട്ട് ഓഫ് അല്ലെങ്കിൽ അത് കളയുക. എന്തുവാ ചെയ്യണം? പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തെ കളയണം, ഉരിഞ്ഞ് കളയണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ, ആര് ചെയ്യണം? എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്യാൻ പറ്റുമോ? എനിക്ക് എൻ്റെ പഴയ സ്വഭാവമല്ലേ വിളിച്ചാൽ നമുക്ക് വചനത്തിൽ നിന്ന് ചേർന്ന് ഒന്നിച്ച് ധ്യാനിക്കാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. പക്ഷേ വ്യക്തമായിട്ട് സംസാരിക്കും. എന്തുവാ ഉരിഞ്ഞു കളയേണ്ടത്? എൻ്റെ പഴയ മനുഷ്യൻ്റെ സ്വഭാവം എന്നിൽ വീണ്ടും നിലനിൽക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നത്, തക്കം വരുമ്പോൾ എന്ത് ചെയ്യും? അത് പൊങ്ങി വരുന്ന പഴയ മനുഷ്യൻ്റെ സ്വഭാവം ആർക്കും മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റില്ല. അത് ഉരിച്ചു കളഞ്ഞുകൊണ്ട് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുക. അല്ലേ? 10-ാമത്തെ വാക്യം വായിച്ചേ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്ന തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പരിജ്ഞാനം എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചവൻ ആരാന്നുള്ള നോളജ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ആ യേശുവിനല്ല, നിന്നെ സൃഷ്ടിച്ചവനെ പറ്റിയുള്ള നോളജ് പ്രാപിക്കുവാൻ. നമ്മൾ പെട്ടെന്ന് ഈ പരിജ്ഞാനം പ്രാപിക്കുവാൻ മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ല, രണ്ടിനും ആ ഒരു നല്ല സ്വഭാവം, ആ ഒരു പരിജ്ഞാനമുള്ള സ്വഭാവം, അതിനും പരിജ്ഞാനം എന്ന് എഴുതിയിട്ടുണ്ട്. എവിടെയൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ അല്ലെങ്കിൽ മൂലഭാഷയിലൊക്കെ അതിനുള്ള ജ്ഞാനം പ്രാപിക്കണം, ആ ഒരു വിസ്ഡം പ്രാപിക്കണം, അതിനും മലയാളത്തിൽ പരിജ്ഞാനം എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ദ നോളജ്, നിന്നെ സൃഷ്ടിച്ചവനെ പറ്റിയുള്ള ആ നോളജ് പ്രാപിക്കുവാൻ, ആ വിസ്ഡം പ്രാപിക്കുവാൻ, ആ ജ്ഞാനം പ്രാപിക്കാൻ. അത് പ്രാപിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ പുതിയ മനുഷ്യനായി തീരണം. ഈ പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് വെച്ചാൽ ഇപ്പം എല്ലായിടത്തും സൂട്ടൊക്കെ റെൻറ്റിനുണ്ട്. അതിപ്പം ഭയങ്കരമായിട്ട് കേരളം വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. കേരളം വിട്ട് കേരളത്തിൽ തന്നെ രക്ഷയില്ല. ഞാനിവിടെ എനിക്കറിയാവുന്ന പല പാസ്റ്റർമാരും ഗ്രാമത്തിലൊക്കെ പ്രവർത്തിക്കുന്ന വലിയ കൂട്ടമൊക്കെ 200-300 വിശ്വാസികളൊക്കെ ഉണ്ട്. വളരെ ഉൾഗ്രാമത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ. അത് നല്ലതാണ്, ആ ഏരിയയിലെല്ലാം പ്രവർത്തനം ആവശ്യമല്ലേ. പക്ഷേ അവരും ആ സാധാരണക്കാരായ മനുഷ്യർ, ഞാൻ പറഞ്ഞില്ല കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയ്ക്ക് ഈ സൂട്ട് കാണിച്ച് എന്തിനാ പേടിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോഴും അതിൻ്റെ ആ മർമ്മം മനസ്സിലാകുന്നില്ല. സൂട്ടിൻ്റെ അടുത്ത് സൂട്ടിട്ടോ, വെസ്റ്റിൻ്റെ അടുത്ത് വെസ്റ്റ് ഇട്ടോ, തണുപ്പുള്ള അടുത്ത് ഇട്ടോ, അത് സ്വെറ്റർ ഇട്ടോ, ജാക്കറ്റ് ഇട്ടോ, ബ്ലേസർ ഇട്ടോ, എന്തോ വേണമെങ്കിലും ഇട്ടോ. പക്ഷേ ഈ ചൂടത്ത് ഓൾ എയർ കണ്ടീഷൻഡ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ കാലാവസ്ഥ എന്തുവാ? നല്ല പിന്നെ ഇക്വേറ്ററിൻ്റെ അടുത്ത് മധ്യൻ്റെ അടുത്ത് കിടക്കുന്ന ഈ കേരളത്തിൽ സൂട്ടിടേണ്ട. ഇനി കേരളത്തേക്കാൾ ചൂടുള്ള തമിഴ്നാട്, ആന്ധ്ര, ഹൈദരാബാദ് അല്ലെങ്കിൽ തെലങ്കാനയിലോട്ടൊക്കെ ചെന്നാൽ മേളിലോട്ട് ഡൽഹി വരെ എവിടെ ചെന്നാൽ ഡൽഹിയിലൊക്കെ ഇതിൻ്റെ വലിയ മേളയാണ്. സൂട്ടുകളൊക്കെ വാടകയ്ക്ക് കിട്ടും. അതുകൊണ്ട് പുതിയ മീറ്റിങ്സ് വരുമ്പോൾ, പുതിയ പ്രോഗ്രാംസ് വരുമ്പോൾ സാധാരണക്കാർ സൂട്ടുകൾ ഇത് ധരിക്കുവാനല്ല. അവരൊക്കെ ചെയ്യുന്ന എന്തുവാ? എന്തെങ്കിലും ഒരു അപ്പോൾ പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഏകദേശം മനസ്സിലായി. ധരിക്കുക ശരിക്കും എന്തുവാ നടക്കേണ്ടത്? പഴയ സ്വഭാവം, എൻ്റെ സ്വഭാവം, ഒറിജിനൽ സ്വഭാവം, ഞാനതിനെ അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒറിജിനൽ സ്വഭാവം അങ്ങ് എന്ത് ചെയ്ത് മാറി ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ ധരിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ ഭാവം, യേശു എന്തിനാ പ്രാധാന്യത കൊടുക്കുന്നത് അതിനായിരിക്കണം ഞാനും പ്രാധാന്യത കൊടുക്കുന്നത്. മനസ്സിലായോ? യേശു പിതാവിൻ്റെ ഇഷ്ടമല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലെ ഓരോ കാര്യങ്ങളും ദൈവമാതാൻ ത്രിയേക ദൈവമാണ് എങ്കിൽ പോലും നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി തിരുവചനത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും ഓരോ ശുശ്രൂഷയും തൻ്റെ ഈ 3.5 വർഷ ശുശ്രൂഷ കാലങ്ങളിൽ വിജയകരമായി തീർന്നതിൻ്റെ കാരണം രാത്രി മുഴുവനും പിതാവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടം എന്തുവാന്ന് ചോദിച്ച് അതനുസരിച്ച് ശുശ്രൂഷ ചെയ്തപ്പോഴാണ് ആ ജീവിതം എന്തായി തീർന്നത്? ജയാജീവിതമായി തീർന്നത്. ചിലയിടത്ത് മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടായിരുന്നു, സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ചു. രണ്ടും ചെയ്തു കർത്താവ്. എല്ലായിടത്തും കൗണ്ടർ അല്ലെങ്കിൽ മിണ്ടുവല്ലായിരുന്നു. എല്ലായിടത്തും കാര്യങ്ങൾ തെളിയിക്കുവാൻ ചിലയിടത്ത് തെളിയിച്ചിട്ട് കാര്യമില്ല. അപ്പം പിതാവ് എന്ത് ചെയ്തു? മിണ്ടായിരിക്കാൻ പറഞ്ഞിടത്തൊക്കെ ഒരു ആലോചന വ്യക്തമായി തീരുമ്പോൾ ആ ശുശ്രൂഷയും വ്യക്തമായി തീരും. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, പുതിയ മനുഷ്യനെ ധരിക്കണം. അത് ധരിക്കണമെങ്കിൽ നിന്നെ സൃഷ്ടിച്ചവനെ പറ്റിയുള്ള ആ പരിജ്ഞാനം അല്ലെങ്കിൽ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന പോലുള്ള ജ്ഞാനം പ്രാപിക്കണം. ശരിക്കും ഇന്നത്തെ ദൈവമക്കൾക്ക്
നമ്മളെ സൃഷ്ടിച്ചവൻ ഒരു ഭയങ്കരനായ ദൈവം എന്നറിയാത്തത് കൊണ്ടല്ലേ ദൈവത്തെ ഭയപ്പെടാത്ത, വേണ്ട പോലെ ഭയപ്പെടാത്ത. നമ്മൾ പലപ്പോഴും പല ദൈവമക്കൾ പല കാര്യങ്ങൾ, പല വിഷയങ്ങൾ പലരോടൊക്കെ ഇടപെടുമ്പോൾ പിന്നെ കർത്താവ് അങ്ങ് ശിക്ഷിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പലരും ഇരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ, അടി വരുമ്പോൾ കൊണ്ടോളാമെന്നേ. ചിലരൊക്കെ വളരെ ദൈവഭയമില്ലാതെ അങ്ങനെ ചിന്തിക്കുകയും പറയുകയും പറഞ്ഞില്ലേ പോലും അങ്ങനെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നിന്നെ സൃഷ്ടിച്ചവൻ ആരാന്ന് അറിയാത്തത് കൊണ്ടായില്ലേ കോരഹും നാഥാനും അബിദാമും. മാത്രമല്ല 250 മൂപ്പന്മാർ ആ ട്രിപ്പിൽ മാത്രം കർത്താവിനോട് മത്സരിച്ച, ദൈവഭയം ഇല്ലാതെ ദൈവം ആരാന്നറിയാതെ പ്രവർത്തിച്ച് എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? തക്ക അനുഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പുതിയ നിയമകാലത്തിൽ ഒട്ടനെ അടി കിട്ടാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. എൻ്റെ യേശു മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. സാംസനെ ഇപ്പോഴടിക്കണ്ട, നമുക്ക് നോക്കാം ഒരു മാറ്റം വരുന്നു. മാറ്റം വന്നില്ലേ സാംസനും അടി കൊള്ളും, നിങ്ങളെല്ലാവരും അടികൊള്ളും. അല്ലല്ല, മാറ്റം വന്നോണം. അപ്പം ഈ അടിക്ക് ഒരു താമസമല്ല, ഒട്ടനെ ശിക്ഷയാണ്. അതിന് ആദ്യത്തെ അഭിഷക്തനായ ശൗലാണെങ്കിലും ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട് ജദീദ എന്ന് വിളിച്ച ശലോമോനാണെങ്കിലും മോശെ പോലും സൗമ്യൻ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യം ഇത്ര ക്ഷമയോടുകൂടി ആ മത്സരികളായ ദുഷാട്ടിയ ജനത്തെ നയിക്കുവാൻ ലീഡെടുത്ത ദൈവദാസനായ മോശയാണേലും നിത്യത പ്രാപിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? നീ ദൂരെ നിന്ന് കണ്ടോ, നീ പ്രവേശിക്കത്തില്ല. ആ ഒരു ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പലപ്പോഴും ഞാൻ ഓർപ്പിക്കാറുണ്ട്, ചില ആൾക്കാരൊക്കെ അവരുടെ ആ 25, 30 അല്ലെങ്കിൽ കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഒരു 10-50 വയസ്സ് വരെയൊക്കെ. 50 വയസ്സ് കഴിയുമ്പോൾ പ്രായം ഒരു ക്ഷീണം ശരീരത്തിലൊക്കെ കൊണ്ടുവരുമ്പോൾ പിന്നെ സ്ട്രിക്ട്നെസ് ഒക്കെ എന്ത് ചെയ്യും? കുറഞ്ഞു അങ്ങ് വരും. 70 80 ആകുമ്പോൾ അവർക്ക് തന്നെ ക്ഷീണമായതുകൊണ്ട് പിന്നെ അവർ ധൈര്യമായിട്ടൊരു തീരുമാനമെടുക്കുന്ന നമ്മൾ പൊതുവേ കാണാറില്ല. അല്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട്, കാര്യം അവർക്കതുകൊണ്ട് പറ്റുന്നില്ല. ശരീരത്തിന് എന്ത് സംഭവിച്ചു? അതവരെ കുഴപ്പമല്ല, ആഗ്രഹമുണ്ട്, പക്ഷേ അവരതിലേക്ക് ആ ഒരു ധൈര്യമായിട്ടൊരു സ്റ്റെപ്പ്, അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തെന്നൊക്കെ കുറച്ച് ചിന്തിച്ച് അവർ കുറച്ച് മൈൽഡായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് പ്രായം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് അല്ല ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഭൂമി പിളർന്ന് കർത്താവ് എന്ത് ചെയ്യും? ആ ജനത്തെ മുഴുവൻ അഭിഷക്തരാണേലും കർത്താവ് വിഴുങ്ങിക്കളയും. തീ ഇറക്കി കർത്താവ് എന്ത് ചെയ്യും? ഗന്ധകമിട്ട്, അവിടെ കെമിക്കൽ കോമ്പിനേഷൻ നമ്മൾ കാണുന്നത് ഫോസ്ഫറസ് അല്ലെങ്കിൽ ഗന്ധകം സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് തളിച്ചിട്ടിട്ട് കർത്താവ് എന്ത് ചെയ്യും? ആ 2 ദേശത്തെ സോദോം ഗോമോറെ നശിപ്പിച്ച് മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങി കത്തിപ്പോയി ചാവുകടലായിട്ടിരിക്കുന്നത്. ആ ദൈവത്തെ തന്നെയാണ് ഇന്നും ഞാനും സേവിക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല. ദൈവത്തിൻ്റെ ഉഗ്രകോപം, ദൈവത്തിൻ്റെ ഉഗ്രകോപത്തിൻ്റെ ആഴം ഒന്ന് ചിന്തിച്ചാൽ, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിന്നെ സൃഷ്ടിച്ചവൻ ആരാന്ന് നീ ശരിക്കൊന്ന് മനസ്സിലാക്കി എന്നിട്ട് ബി റിന്യൂഡ്, എന്നിട്ട് വേണം നീ എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. ആ സൃഷ്ടിച്ചവനെ പോലും നീ പുതുക്കം പ്രാപിക്കണം. അപ്പം സത്യം പറഞ്ഞാൽ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ് എന്നൊക്കെ പൗലോസ് എഴുതിയിരിക്കുന്നത്, ഭയത്തോടുകൂടി സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലും നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലും എല്ലാം ഞായറാഴ്ച മാത്രമല്ല ദൈവമക്കളെ ആ ഒരു പുതുക്കം പ്രാപിക്കുവാൻ കർത്താവ് ആരാന്ന് അറിഞ്ഞ്. ചില ടീച്ചർമാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ ആ വിഷയത്തിന് നമ്മൾ എന്ത് ചെയ്യും? എല്ലാം അങ്ങ് ചെയ്യും. ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യും. അടികൊള്ളാൻ വയ്യ, നാണക്കെടാൻ വയ്യ. നമ്മുടെ കർത്താവ് ഭയങ്കരനാ, ഹീസ് റെഫറൻറ്റ്, പെടുവാൻ യോഗ്യനാന്ന് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യണം? ഇതിന് ആ പുതുക്കം പ്രാപിക്കേണ്ടതിന് നമ്മൾ ലോകത്തിൻ്റെ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചോ. ബി റിന്യൂഡ് എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ. അല്ലല്ലേ? യെസ് സർ. ആരാ കർത്താവ് എന്ന് അറിഞ്ഞിട്ട് വേണം സ്തോത്രം ദൈവത്തെ സ്നേഹത്തോടുകൂടി തന്നെ ഹല്ലേലൂയ ഭയപ്പെടുവാൻ എന്നോർത്തോണേ. അതിലൊരു വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, കൊലോസ്യ സഭയിലും എല്ലാ സഭയിലും യഹൂദന്മാരുണ്ട്, പഴയ വിശ്വാസികൾ. ഞങ്ങൾ എബ്രഹാമിൻ്റെ മക്കൾ, മോശ ഞങ്ങൾക്ക് പ്രമാണം തന്നു, ഞങ്ങൾ പരിച്ഛേദന ഏറ്റവർ, ഞങ്ങളോട് തലമുറകളായിട്ട് ഞങ്ങൾ ദൈവമക്കൾ, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി, ഞങ്ങളുടെ അപ്പച്ചന്മാരാണ് അങ്ങ് നടന്ന് കനാനിലെത്തിയത് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർ ഉള്ളപ്പോൾ നീ വലിയ ആത്മീയനാന്നൊന്നും വിചാരിക്കണ്ട. നിനക്ക് ഇന്ന് ദൈവകൃപയുണ്ടോ? പണ്ട് നീ ആരായിരുന്നു? പണ്ട് നീ എന്ത് ചെയ്തു? പണ്ട് നിന്നെ ദൈവം എടുത്തു വെച്ചു? നോ, അതൊന്നും കർത്താവിന് കേൾക്കണ്ട. കൊലോസ്യ സഭയോട് പറയുക, ഇന്ന് നിനക്ക് ദൈവകൃപയുണ്ട്. അതുകൊണ്ടാണ് 11-ാമത്തെ വാക്യം വ്യക്തമായിട്ട് വായിച്ചത്. ഇവിടെ എഴുതിയിരിക്കുന്നത് യവനനും യഹൂദനും എന്നുമില്ല. മനസ്സിലായല്ലോ? പഴയ വിശ്വാസിയുമില്ല, പുതിയ വിശ്വാസിയുമില്ല.
ഒരു വ്യത്യാസവുമില്ല. രണ്ടാമത് എഴുതിയേക്കുന്ന പരിച്ഛേദനക്കാരനും എന്നില്ല. മൂന്നാല് കൂട്ടം ആൾക്കാരാ അവിടെ അന്നുള്ളവർക്ക് മനസ്സിലാവും. ഓരോ കൂട്ടം ആൾക്കാർക്ക് അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ജ്ഞാനമുള്ളവർ, ജ്ഞാനമില്ലാത്തവർ, ദാസൻ, സ്വതന്ത്രൻ, സ്ലേവ്. ദാസൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോൾ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒരു തീരുമാനം ധൈര്യമാണ്. അങ്ങനെ ഒന്നും ഇവിടെ ഒരു വ്യത്യാസമില്ല. നീ ആരാണേലും കർത്താവ് നിന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തുവാ? ഒരേ കാര്യമാണ്. വ്യത്യാസങ്ങൾ എന്തുണ്ട്? പഴയ നിയമത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. യഹൂദന് അല്ലെങ്കിൽ എബ്രായന് മാത്രമേ ദൈവത്തിൻ്റെ പൈതലായി തീരുവാൻ കഴിയത്തുള്ളായിരുന്നു. ലേവ്യന് മാത്രമേ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയത്തുള്ളായിരുന്നു. യഹൂദ ഗോത്രമായിരുന്നു ആ ഹല്ലേലൂയ ചുറ്റിനും സമാപന കൂടാരത്തിൻ്റെ ചുറ്റിനും അവർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം. വാതുക്കൽ തന്നെ അവരുടെ കൂടാരം അടിച്ചിരുന്നത്. അപ്പം ഓരോ ഗോത്രത്തിന് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും വ്യത്യാസങ്ങളും ജാതികൾക്കൊട്ട് ദൈവത്തെ ആരാധിക്കുവാനോ ദൈവമക്കളായി തീരുവാനോ കഴിയത്തുമില്ല. അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം. അംഗവൈകല്യമോ കുഷ്ഠമോ എന്തെങ്കിലും ക്ഷീണങ്ങളോ ഉണ്ടെങ്കിൽ അവന് ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിക്കുവാൻ കുറവുള്ളവന് കഴിയത്തില്ല, പാപിക്ക് കഴിയത്തില്ല. സ്ത്രീകൾക്ക് പല സമയത്തും അവർ ദൈവ ആലയത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇവിടെ ദാസനില്ല, യജമാനൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യനുമില്ല, ബർബരനില്ല. ബർബരന് ആകപ്പാട് ഒരു റഫ് ബാർബേരിയൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഒരു എഴുത്ത് റഫുമാണ്, ജ്ഞാനവുമില്ല. അങ്ങനെ ഒന്നും ജ്ഞാനമുണ്ടെങ്കിലും ജ്ഞാനമില്ലെങ്കിലും, നീ ദാസനാണെങ്കിലും നീ സ്വതന്ത്രനാണെങ്കിലും യവനനാണെങ്കിലും യഹൂദനാണെങ്കിലും ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇറ്റ് ഈസ് ഓൾ ന്യൂട്രലൈസ്ഡ്. ഇല്ലേ? സ്തോത്രം. നമുക്ക് അറിയാമല്ലോ ഈ ആസിഡ്സും ആൽക്കലിയും ന്യൂട്രലൈസ് ചെയ്യുന്ന പോലെ എന്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് ന്യൂട്രലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് വൺ. ഇല്ലേ? ഇങ്ങനെ ഗ്രാഫ്സ് ഒക്കെ എവിടെ ന്യൂട്രലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഒരു വ്യത്യാസവുമല്ല. നീ ആരാണേലും സ്തോത്രം. ഇന്നലെ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിലും 50-60 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന അപ്പോസ്തലനാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ ആരാ? എൻ്റെ വിളി അനുസരിച്ച് വിശ്വസ്തനായിട്ട് നിന്നോണം. ഒരു വ്യത്യാസവുമില്ല. അതന്നെ ഒരു വലിയ സന്തോഷമല്ലേ? പിന്നെ നീ ആരാ? അതാണ് അടുത്ത 12ാമത്തെ വാക്യത്തിൽ. യെസ്, അവിടെ നിൽക്കാം. അതുകൊണ്ട് നീ ആരാ ഇവിടെ? നീ ദൈവത്തിൻ്റെ വൃതനാ. ക്രിസ്തു നമ്മളിൽ ജീവിക്കുമ്പോഴാണ് ഒരു ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ഞാനല്ല, ആരാ ജീവിക്കുന്നത്? ക്രിസ്തുവാ ജീവിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ ഓർപ്പിക്കുന്നത്, എന്നിൽ കൂടെ അല്ലാതെ നിനക്കൊന്നും, നീ എത്ര മിടുക്കനാണെങ്കിലും നീ മിടുക്കില്ലാത്തവനാണെങ്കിലും യേശു പറയുക എന്നിൽ കൂടെ അല്ലാതെ നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മളെല്ലാം ഒരുപോലെ കർത്താവിൽ ആശ്രയിച്ചല്ലാതെ, കർത്താവ് ജ്ഞാനം തന്നല്ലാതെ എനിക്കോ നിങ്ങൾക്കോ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ ഒന്നാ. പിന്നെ നീ ആരാന്നാ 12ാമത്തെ വാക്യത്തിലേക്ക്? നീ ക്രിസ്തുവിൻ്റെ ഒരു വൃതന. യു ആർ എൻ എലക്റ്റഡ്. അപ്പോൾ 12 മുഴുവൻ വായിച്ച്. ദൈവത്തിൻ്റെ വൃതന്മാരും, എലക്റ്റഡ് ഓഫ് ഗോഡ്. നിങ്ങളാരാ? പ്രിയരും വിശുദ്ധന്മാരും മനസ്സറിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. നീ ആരാ? ദൈവത്തിൻ്റെ പ്രത്യേക എലക്റ്റഡ് ആൾക്കാരാ. മന്ത്രിയാണെങ്കിലും ഏത് കൗൺസിലറാണെങ്കിലും അവരാരാ? പ്രത്യേകം തിരഞ്ഞെടുത്തതാ. അവരെ ലോകമാണ് തിരഞ്ഞെടുത്തത്. അപ്പം കാശ് കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാം. അതൊക്കെ വിശ്വാസികളുടെ ഇടയ്ക്കും സഭകളുടെ ഇടയ്ക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. കാശ് കൊടുത്തും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നോർത്ത് ഇന്ത്യയിലൊക്കെ എന്തെയോ പാർട്ടിയിൽ അല്ലെങ്കിൽ ഏത് ക്യാബിനറ്റോ രാജ്യസഭയോ ലോക്സഭയോ ഏത് ഇലക്ഷൻ ആണെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാശ് കൊടുത്ത്. അപ്പോൾ അവിടെ എലക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കറപ്റ്റഡായി തീരാം. പക്ഷേ ഇവിടെ എലക്ട് ചെയ്ത ആരാ? നമ്മളെ പ്രത്യേകം ദൈവമാണ്. എന്നെ പ്രത്യേകാൽ തിരഞ്ഞെടുക്കാൻ എന്തുവാ യോഗ്യത? ഒരു കളക്ടറായിട്ടൊക്കെ വരുന്ന ആൾ നമുക്കറിയാം ഭയങ്കര ചെറിയ പിള്ളേരായിരിക്കും അല്ലേ? നമ്മൾ ഈ പലപ്പോഴും കണ്ടിട്ടുണ്ടോ? കളക്ടറാണെങ്കിലും IPS എഴുതി വരുന്ന പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും അവരൊക്കെ ഈ ഒരു മാസമായി കാണത്തുള്ളൂ കേരളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. അവരുടനെ കൊത്ത മലയാളത്തിലൊക്കെ ആണെങ്കിലും മീഡിയയോടൊക്കെ അവർ ഭയങ്കര മലയാളത്തിലൊക്കെ. നമ്മളിവിടെ എത്ര നാളായിട്ട് ഒരു സംസ്ഥാനത്തിൽ പോയി ഒരു ഭാഷ പഠിക്കാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അത് മലയാളമാണ് പഠിക്കുന്നതെന്ന് ഓർത്തോണം. മലയാളം അത്ര എളുപ്പമല്ല പഠിക്കാൻ. എല്ലാ ഭാഷകളെക്കാൾ ബുദ്ധിമുട്ടുള്ള ഈ മലയാളം പെട്ടെന്ന് നാക്കിൽ അവർ ഭയങ്കരമാരാ.
കൊച്ചു പ്രായത്തിൽ, വളരെ ചെറിയ ഡിഗ്രി പാസ്സായ പ്രായത്തിൽ IAS എഴുതി IPS എഴുതി കയറി വന്നവന്മാരാണ്. അതിൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും കഴിഞ്ഞ് എത്ര റൗണ്ട് ടെസ്റ്റും കഴിഞ്ഞിട്ട് സെലക്റ്റഡായി. അപ്പോൾ അവരൊക്കെ ആരാ പാർട്ടികൾ? ഭയങ്കരന്മാരാ. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. എന്നെ തിരഞ്ഞെടുക്കുവാൻ എന്ത് യോഗ്യതയുള്ള ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്നിട്ടും കർത്താവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ വൃതന്മാർ, സ്പെഷ്യലി എലക്റ്റഡാ, പ്രത്യേകാൽ തിരഞ്ഞെടുത്തതാ. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിൻ്റെ മുമ്പേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, നീ ഒരു പിണ്ടാകാരം, വെറും ഒരു മാംസക്കഷ്ണം, ഒരു എംബ്രിയോ സ്റ്റേജിലാകുന്ന സമയത്ത് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, വിശുദ്ധീകരിച്ചു, പേര് ചൊല്ലി വിളിച്ചു, എനിക്ക് വേണ്ടി വേർതിരിച്ചു. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ ആ സെലക്ഷൻ കണ്ടോ? ഇത്രയും സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞ് ജീവിതം ഇത്രയും എൻ്റെ ഒരു ആയുസ് മുഴുവനും എന്നെയും നിങ്ങളെയും ട്രെയിൻ ചെയ്തത് വെറുതെ ആണോ ദൈവമക്കളെ? വെറുതെ ആണോ? പട്ടാളം ഒരാളെ ട്രെയിൻ ചെയ്താൽ അവിടെ ഒന്ന് ചാടി, ഇവിടെ പട്ടാളക്കാർ ഇരിപ്പുണ്ടല്ലോ, ചോദിച്ചാൽ മതി. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അവർ 5 വർഷം ട്രെയിൻ ചെയ്താൽ 15 വർഷം സെർവ് ചെയ്തോണം. പട്ടാളം ട്രെയിൻ ചെയ്താൽ അതിനുള്ളത് എടുത്തിട്ടേ അവരെന്ത് ചെയ്യത്തുള്ളൂ, വിടുത്തു. അതിൻ്റെ ഇടയ്ക്കൊന്ന് ആരെങ്കിലും വയ്യ, ശാരീരിക ക്ഷീണം, പ്രത്യേകിച്ച് യുദ്ധമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അങ്ങ് ക്ഷീണം ഉണ്ടാകും. യുദ്ധത്തിൻ്റെ ഭീഷണിയൊക്കെ വരുമ്പോൾ, ബോർഡറിലൊക്കെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുമ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ, എന്ത് എക്സ്ക്യൂസ് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പാത്തിരിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യും, തിരിച്ചവിടെ കൊണ്ടാക്കും. കാര്യം എന്തുവാ? ഗവൺമെൻറ് ട്രെയിനിങ്ങിന് കുറച്ച് കാശ് മുടക്കിയതാണ്. അവർ കുറച്ചേറെ അധ്വാനിച്ചത്. ഒരാളെ ട്രെയിൻ ചെയ്താൽ അവരേതൊരു ദൗത്യത്തിനു വേണ്ടി ട്രെയിൻ ചെയ്തു, അത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു എഗ്രിമെൻറ്റാണ്. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു എഗ്രിമെൻ്റ് അനുസരിച്ച് നിൽക്കാതെ നീ എവിടെ പോയി രക്ഷപ്പെട്ടാലും പൊക്കി നിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ സ്ഥലത്ത് ആ ദൗത്യം പിന്നെയും എന്ത് ചെയ്യും പറയും, ചെയ്തോളാൻ പറയും. അല്ലെങ്കിൽ ഒരു പണിഷ്മെൻ്റ് കൂടെ തന്നിട്ട് ബാക്കി ചെയ്തോളാൻ പറയും. പട്ടാളം അങ്ങനെ ആണെങ്കിൽ കർത്താവിൻ്റെ ട്രെയിനിങ് ഇല്ലേ, ഒരായുസ് മുഴുവനും എന്നെയും നിങ്ങളെയും ട്രെയിൻ ചെയ്തു. ഞാനിപ്പോഴും എൻ്റെ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ വെറുതെ വിടുമോ? ലോകത്തിൻ്റെ പട്ടാളമായിരുന്നേ എത്ര പണിഷ്മെൻറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞേനെ. നമ്മൾ വെറുതെ വിടുമോ? നമ്മളെ ട്രെയിൻ ചെയ്തത് എന്തിനാ ദൈവമക്കളെ? ഇപ്പോഴും പല ദൈവമക്കളും, പല പ്രാസംഗികരും, പല വചനം പഠിപ്പിക്കുന്നവരും, മനുഷ്യനെ കൺവെൻഷൻ പ്രാസംഗികരും ഒക്കെ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ നീ ലോകത്തിൽ വലിയവനാകും, നിൻ്റെ ലക്ഷറീസ് കാണാത്തതും പറഞ്ഞ് മോട്ടിവേഷണൽ സ്പീക്കിംഗ് ബുദ്ധിയിൽ ചെയ്യുമ്പോൾ അപ്പോഴേ പരിശുദ്ധാത്മ വിട്ടുപോകും. ബുദ്ധിയുടെ ഒരു അക്ഷരം എൻ്റെ വചനത്തിൽ വന്നാൽ പോലും പരിശുദ്ധാത്മാവ് എന്നിലും എന്ത് ചെയ്യും? വിട്ടുപോകും. കർത്താവ് പറഞ്ഞത് അതുപോലെ പറഞ്ഞോണം. സ്തോത്രം. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, ഇവിടെ ആൾ കൂട്ടാൻ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവസാന്നിധ്യം പിന്നെ ഇവിടെ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അത് ഓർത്തോണേ. അപ്പോൾ ബുദ്ധിയുടെ ആലോചനയിൽ ഇങ്ങനെ പല കാര്യങ്ങൾ, ലോകത്തിൽ നിന്നെ മാനിക്കും. എൻ്റെ യേശുവിന് വല്ല മാനം കിട്ടിയോ? സ്വന്തം സ്ഥലത്ത് കിട്ടിയോ? ചക്രവർത്തിയുടെ മുമ്പിലോ കോടതികളോ എങ്ങും കിട്ടിയില്ലല്ലോ. ക്രൂശിലും കിട്ടിയില്ല. അപ്പോസ്തലന്മാർക്ക് കിട്ടിയോ? മോശ എന്തുവാ പറയുന്നത്? തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ കൊട്ടാരത്തിൻ്റെ സന്തോഷം, തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന രാജസ്ഥാനവും, അല്ലെങ്കിൽ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥാനവും, വലിയൊരു സ്ഥാനം, പ്രഭു എന്നുള്ള സ്ഥാനമല്ലേ, പ്രിൻസ് എന്നുള്ളൊരു സ്ഥാനമല്ലേ. നമ്മളിവിടെ അറബികളൊക്കെ ഷെയ്ഖ് എന്നൊക്കെ പറയുന്ന റോയൽ ഫാമിലിയിലുള്ളതല്ലേ, അവർക്ക് അധികാരമുള്ളതല്ലേ. സ്തോത്രം. ആ സ്ഥാനവും ലോകം തരുന്ന എല്ലാ മാനവും ഒക്കെ വിട്ടിട്ട് ദൈവജനത്തോടുകൂടി കഷ്ടം സഹിക്കുന്നതാണ് എൻ്റെ വിളി. അതാണ് ശ്രേഷ്ഠം. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അറിഞ്ഞാണ് മോശ തിരഞ്ഞെടുത്തത്. മോശ തിരഞ്ഞെടുത്തത് മനസ്സിലായില്ലേ? ലോകത്തിൻ്റെ മാന്യതയും സ്ഥാനവും സുഖവും വേണ്ട. എന്നിട്ട് ഇത്രയും ഡെഡിക്കേഷനുള്ള മനുഷ്യൻ കനാനിൽ പ്രവേശിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിചാരം ഞാനും നിങ്ങളും അങ്ങോട്ട് കനാനിൽ പ്രവേശിക്കാനിരിക്കുമോ ഇപ്പോൾ? ഇല്ലേ? കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടും എന്നുള്ള ആ ഒത്തിരി മാറ്റം ഉണ്ടാകും ദൈവമക്കൾ. ഞാൻ പലപ്പോഴും മോശം ഡെഡിക്കേഷൻ ചിന്തിക്കും. ഇത്രയും ഡെഡിക്കേഷനുള്ള മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നീ ദൂരെ ഇരുന്ന് കണ്ടോ, നീ എന്ത് ചെയ്യത്തില്ല. അപ്പം കനാനി പ്രവേശിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. കർത്താവിൽ ഒത്തിരി ചേർന്ന് നിൽക്കണം. രൂപാന്തരം ഉണ്ടാവും. സ്തോത്രം. കർത്താവിനോട് ചേർന്ന് നിന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? രൂപാന്തരം ഉണ്ടാവും. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, നീ ദൈവത്തിൻ്റെ വൃതൻ, എലക്ട് ഓഫ് ഗോഡ്, സ്പെഷ്യലി ചോസൺ. അടുത്തത് ദൈവത്തിൻ്റെ വൃതൻ, വിശുദ്ധൻ. മറന്നു പോകല്ലേ. പിന്നെ പ്രിയര, കർത്താവിൻ്റെ പ്രിയർ, വിശുദ്ധൻ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്തുവാ? ആദ്യമേ പറഞ്ഞത് യു ആർ എലക്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ധരിക്കണം. എന്തൊക്കെയാ? മനസ്സലിവ്, താഴ്മ, സൗമ്യത,
ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ഇവിടെ എഴുതിയേക്കുന്ന മനസ്സലിവ്, താഴ്മ, ദയ, സൗമ്യത, ഇവിടെ എല്ലാം എന്തോ സംഭവിക്കും. ഈ പറഞ്ഞ ലിസ്റ്റ് മുഴുവൻ നമ്മളെ അങ്ങ് താഴ്ത്തി താഴ്ത്തി താഴ്ത്തി. ഞാൻ ആരാന്നറിയാം, ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം, പകരത്തിന് അല്ലേ അല്ലല്ലേ ഓരോ വിഷയത്തിനും നമ്മളങ്ങോട്ട് സ്തോത്രം നമ്മുടെ ജഡം അങ്ങോട്ട് ഉയരുമ്പോൾ കർത്താവ് പറയുക, നീ ആരാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘക്ഷമ, സൗമ്യതയും മനസ്സലിവും താഴ്മയും ദയയും ഒക്കെ ധരിച്ചുകൊണ്ട് എന്തു ചെയ്യണം? കർത്താവ് നിന്നോട് ഇടപെട്ടപ്പോൾ നീ ഇടപെടണം. അതല്ലേ എൻ്റെ അർത്ഥം. എന്നോട് കർത്താവ് ഇപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുക, ദയ കാണിച്ചുകൊണ്ടിരിക്കുക. ദീർഘക്ഷമയാണ് കർത്താവിൻ്റെ ദീർഘക്ഷമ എൻ്റെയും നിങ്ങളുടെ മേലുള്ളതുപോലെ നിങ്ങളും ഇതൊക്കെ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുത്തുകൊണ്ട് അങ്ങനെ ക്ഷമിച്ചാൽ ആരെന്നോട് ദോഷമായി ചെയ്തുകൊണ്ടാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. എൻ്റെ കുറ്റം നിമിത്തം ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് അതിൻ്റെ അകത്ത് വലിയ വിഷമമൊന്നും ഉണ്ടാകത്തില്ല. കാര്യം എൻ്റെ കയ്യിലിരിപ്പുണ്ടാ, ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അത് സംഭവിച്ചത്, എൻ്റെ തെറ്റാണ്. അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്യും. അതിനകത്ത് വിഷമമൊന്നുമില്ല. പക്ഷേ എൻ്റെ തെറ്റല്ലാതെ ആരെങ്കിലും എന്നോട് ചെയ്യുമ്പോൾ അത് നിമിത്തം ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിക്കുമ്പോൾ, ഒത്തിരി നിന്ന് അനുഭവിക്കുമ്പോൾ, ഒത്തിരി പ്രയാസപ്പെടേണ്ടി വരുമ്പോൾ എനിക്ക് ആ മനുഷ്യനോട് ക്ഷമിക്കാൻ പറ്റാതെ വരും. അവിടെ എഴുതിയിരിക്കുന്ന കർത്താവ് നീ അങ്ങ് ക്ഷമിച്ച് താഴ്മ ധരിച്ച്, ഇത് എവിടെയെല്ലാം ക്രിസ്തുവിൻ്റെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തു ആരാന്ന് അറിഞ്ഞ് നീ അങ്ങനെ മാറണം എന്നല്ല ഇരിക്കുന്നത്. ഇതൊക്കെ നീ ധരിക്കണം. സൗമ്യത, താഴ്മ, ദീർഘക്ഷമയൊക്കെ ധരിച്ചുകൊണ്ട്. ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 70 വട്ടം. 7 × 70 എത്ര? 490. അപ്പോൾ 500 വട്ടം അങ്ങ് ക്ഷമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയൊന്നും ക്ഷമിക്കാൻ ആർക്കും പറ്റത്തില്ല. 5 വട്ടം ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 500 വട്ടം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? 70 വട്ടം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ക്ഷമിക്കുക. എന്ത് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും നീ എന്ത് ചെയ്യട്ടെ? അങ്ങ് ഒരു റിയാക്ഷനും ഇല്ലാത്ത ഒരു മനുഷ്യനില്ലേ? സ്തോത്രം. അപ്പോസ്തലൻ പറയുന്ന പോലെ എൻ്റെ കൈകളൊക്കെ എന്ത് ചെയ്യുക? എന്നെ അങ്ങ് ബന്ധിച്ച്, ഐ എം ബൗണ്ട് ബൈ ദ സ്പിരിറ്റ്. എനിക്ക് പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആത്മാവിൽ ബന്ധിതനായി ഇല്ലേ? എനിക്ക് റിയാക്ഷൻ ഒന്നുമില്ലാത്ത ഒരനുഭവത്തിൽ ഞാൻ ഇനിയും രൂപാന്തരപ്പെടണം. മനസ്സിലായോ? നമ്മളാരും അങ്ങനെ ആയിട്ടില്ല. ഞാൻ ഒട്ടും ആയിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ റിയാക്ഷൻ ഉള്ളവരാണ്, റിയാക്ട് ചെയ്യുന്നവരാ. പക്ഷേ കർത്താവ് പറയുന്നത് യേശുവിനെ പോലാകണം. കർത്താവ് നിന്നെ സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ അത്രയും ക്ഷമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് ക്ഷയിക്കാൻ്റെ തൊട്ട് സ്നേഹം എന്ന് പറഞ്ഞേ സമാധാനം എന്ന് പറഞ്ഞാലൊന്നും സ്നേഹവും വരത്തില്ല. ചില ആൾക്കാരൊക്കെ പല ഗിമിക്സ് ഇറക്കും. എല്ലാവരും ഉറക്കെ അങ്ങോട്ട് പറഞ്ഞ് അപ്പോൾ ഷൗട്ട് ലവ് എന്നൊക്കെ പറഞ്ഞ് പീസ്, അപ്പോൾ സമാധാനം എന്നൊക്കെ പറഞ്ഞാൽ അമറിയാലൊന്നും സമാധാനം വരത്തില്ല, സ്നേഹം വരത്തില്ല. ഈ കർത്താവ് പറഞ്ഞ പോലെ ക്ഷമിക്കുന്ന ഒരു താഴ്മയിലേക്ക്, ഒരു യേശുവിൻ്റെ ദീർഘക്ഷമയിലേക്ക് ഞാൻ വരുമ്പോൾ 14-ാമത്തെ വാക്യം, ഈ ബന്ധത്തിൻ്റെ പേരെന്തുവാ? സമ്പൂർണതയുടെ ബന്ധം. നീ സമ്പൂർണനായി തീരണമെങ്കിൽ, ഇഫ് യു നീഡ് ടു ബി പെർഫെക്റ്റ്, അതല്ലേ ക്രിസ്തുവിൻ്റെ ആ പെർഫെക്ഷൻ, അല്ലെങ്കിൽ നീ യേശുവിനെ പോൽ സമ്പൂർണനായി തീരണമെങ്കിൽ എല്ലാറ്റിനും മീതെ എന്ത് ചെയ്യണം? സ്നേഹം ധരിപ്പീൻ. സ്തോത്രം. 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ ഒരു വലിയ ലിസ്റ്റാണ്. നീ പർവ്വതത്തെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് വെച്ചാൽ, ഇനി ഇവിടുത്തെ പർവ്വതമൊന്നും ഇവിടെ ടൗണിലില്ലാത്തതുകൊണ്ട് ഇവിടെ ചോയ്സ് ടവറാണ് തൃപ്പൂണിത്തുറയിലുള്ള ഏറ്റവും വലിയ 40 നിലയുള്ള ഫ്ലാറ്റ്. ഇവിടെ കുറേ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്, കെൻറ്റിൻ്റെയും നോയലിൻ്റെയൊക്കെ ഉണ്ട്, വലിയ ഫ്ലാറ്റുകളാണ്. നീ അതിലൊരു ഫ്ലാറ്റിനെ മാറ്റി ഈ ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കാനുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിലും സാധാരണക്കാരനത് പറ്റത്തില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ദൈവം കേൾക്കുന്ന ദൈവവുമായിട്ട്, അല്ലെങ്കിൽ അത്രയ്ക്കൊരു വിശ്വാസം, അത്രയ്ക്ക് നിന്നിൽ കൂടി ഒരു ശുശ്രൂഷ വെളിപ്പെടുന്ന അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും വീര്യപ്രവൃത്തിയുടെയൊക്കെ ശുശ്രൂഷ വെളിപ്പെടുന്ന ഒരു അഭിഷക്തനാണെങ്കിൽ, ഒരു അപ്പോസ്തലനാണെങ്കിൽ, ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനാണെങ്കിൽ പോലും, അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ 13-ാമത്തെ അധ്യായത്തിൽ എന്തോ പറഞ്ഞ ഏതുമില്ല, എല്ലാം പോയ. നിനക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് പിന്നെ ഒന്നും ശുശ്രൂഷ ചെയ്തിട്ട് കാര്യമില്ല. നീ ചെയ്യുന്നതെല്ലാം വൃഥാവായി പോവും. ദൈവം അത് സ്വീകരിക്കത്തില്ല. ക്ഷമിക്കുവാൻ ദൈവമക്കളെ, ഈ ദിവസങ്ങൾ എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം. അത് തന്നെയാണല്ലോ ആ 13-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കർത്താവ് മാർക്ക് കൊടുക്കുന്ന 3 കാര്യങ്ങളാണ്.
നമുക്ക് ന്യായവിധൂസത്തിൽ ഞാൻ വന്ന് ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് മാർക്ക് തരുന്ന 3 കാര്യങ്ങളാണ്: വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. ഇതിൽ ഏതാണ് ഏറ്റവും വലുത്? അപ്പോൾ നമ്മൾ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അത്ഭുതത്തിലല്ല, അടയാളത്തിലല്ല, വീര്യപ്രവർത്തനം. ആത്മാവിൻ്റെ വരങ്ങൾ വേണം, ശ്രേഷ്ഠമേറിയ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പിൽ. അതിൽ എനിക്ക് പ്രവചന വരം കിട്ടുമോ? എനിക്ക് ഏത് രോഗി ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ സൗഖ്യമായി എഴുന്നേറ്റ് ചാടി നിൽക്കുന്ന ആ ഒരു രോഗശാന്തി വരമോ? ഏത് വരം കിട്ടുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്തുവാ? ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്തുവാ? സ്നേഹമാണ്. പ്രൈസ് ലോർഡ്. ആ സ്നേഹിക്കണമെങ്കിൽ ശരിക്കും എനിക്ക് എന്നോട് ദോഷം ചെയ്ത ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് വിശുദ്ധീമനം ഒന്നും കൊടുത്താൽ മാത്രം പോരാ. ശരിക്കും സ്നേഹിക്കുന്നെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ സ്നേഹിക്കുന്നവരെ എന്നോട് കഴിഞ്ഞ നാളുകളൊക്കെ പലപ്പോഴും നാളുകളായിട്ട് നമ്മൾ ഈ ഫാമിലി കൗൺസിലിങ്ങിലും അല്ല പല കുടുംബ വിഷയങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ഉള്ള ഒരു പരാതിയാണ്. അപ്പന്മാർ ഭയങ്കര സ്ട്രിക്റ്റായിട്ടൊക്കെ നിൽക്കുക, അമ്മമാർ കുറച്ചുകൂടെയൊക്കെ എന്തു ചെയ്യും? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താലും ഒക്കെ അങ്ങ് പിന്നെയും അവരെ അങ്ങ് സ്നേഹിക്കും. അത് അത്ര നല്ലതല്ല എല്ലാ കാര്യത്തിലും. അവർക്ക് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കറക്ഷൻ അവരുടെ സൈഡിൽ നിന്ന് വരാതിരിക്കും. പക്ഷേ അവരറിയാതെ അങ്ങ് സ്നേഹിച്ച് പോകുന്നത് അവരെ അങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അവർ എന്ത് മക്കൾ ദോഷം ചെയ്താലും പിന്നെയും ദോഷം ചെയ്താലും അവരോടങ്ങ് ക്ഷമിച്ച് വീണ്ടും അവരെ സ്നേഹിക്കാൻ കാരണം എന്തുവാ? കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെൻറ്റും ഒരു സ്നേഹവും ഒക്കെ എന്തുണ്ട് അവിടെ. അപ്പോൾ ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്താലും നമ്മൾ ക്ഷമിക്കും, വീണ്ടും അവരെ സ്നേഹിക്കും. എന്തെങ്കിലും ഒരു സാഹചര്യം നിമിത്തം ആയിരിക്കും അവരങ്ങനെ പറഞ്ഞത്, എന്നിട്ട് നമ്മൾ വീണ്ടും അവരെ സ്നേഹിക്കില്ലേ? ആ സ്നേഹമുണ്ട്. ഒരു സ്കൂട്ടർ സഹോദരൻ ശരിക്കും അവിടെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ കൂടെ നിൽക്കും, അവരെ സഹായിക്കും, അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കും, പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കും. അതാണ് ദൈവമക്കളെ സ്നേഹം. ആ സ്നേഹം അവരിൽ നിന്ന് ദോഷമായിട്ട് വന്നാലും അറിയാതെ പലരും പല മൂഡിലാണ് നിൽക്കുന്നത്. ഞാനും വല്ലാതെ ട്രബിൾഡായിട്ട് എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോയതായിരിക്കും. മനുഷ്യനല്ലേ? അപ്പോൾ ഓർത്താൽ മതി, എന്തോ ഡിസ്റ്റർബ്ഡായിട്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ അതിക്കുള്ളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സ്നേഹമുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ഷമിക്കുവാനും വീണ്ടും പഴയതിനേക്കാൾ ഉപരി സ്നേഹിക്കാനും. അപ്പം സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്തുവാ? ക്ഷമിക്കുക, ഇല്ലേ? ഇവിടെ എഴുതിയിരിക്കുക ദീർഘക്ഷമ, പിന്നെ ക്ഷമിക്കുക മാത്രമല്ല താഴ്മ, സൗമ്യത. അപ്പോൾ ഏത് താഴ്മയാണ് ഞാൻ ധരിക്കേണ്ടത്? ഞാൻ എന്തിനാ ആ വ്യക്തി എന്നോട് എൻ്റെ ഈഗോ ഒന്നും ഇവിടെ ഉയരേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് തന്ന ഉയർച്ച മാത്രമല്ല എൻ്റെ ജീവിതത്തിലുള്ളൂ. ഞാൻ ആകുന്നത് കർത്താവിനാൽ. എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് യേശുവല്ലേ. ഞാൻ പിന്നെ എന്തിനാ ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പിടിച്ച് കടുംപിടുത്തമൊന്നോ? അങ്ങനെ ക്ഷമിക്കുവാനും താഴ്മ ധരിക്കുവാനും സൗമ്യത ധരിക്കുവാനും അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ 15-ാമത്തെ വാക്യം, ഈ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? സമാധാനമുള്ളൂ. പ്രൈസ് ലോർഡ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യട്ടെ? വാഴട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വാഴട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സമാധാനത്തിൻ്റെ പ്രഭുവാണ് ആര്? പ്രിൻസ് ഓഫ് ഷാലോം, അല്ലേ? അല്ലെ യഹോവ ഷാലോം, സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, അല്ലേ? ആകുന്ന ക്രിസ്തു, ആകുന്ന ദൈവം നിങ്ങളുടെ ഉള്ളിൽ വാഴട്ടെ. ഇതിൻ്റെ തൊട്ടുമുമ്പ് എന്തോ എഴുതിയിരിക്കുന്ന സ്നേഹം. ഇങ്ങനെ ക്ഷമിക്കുവാനും സ്നേഹിച്ചാൽ മാത്രമേ എൻ്റെ ഉള്ളിൽ സമാധാനം കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോഴും ഞാൻ ഇരിക്കുമ്പോഴും ഒക്കെ എൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. ഈ നീറുന്നതിൻ്റെ കാരണം എന്നാലും ആ വ്യക്തി എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ആ വ്യക്തി വെറുതെ വിടാൻ പാടില്ല. സ്തോത്രം. അതിനൊരു അവസരം തക്ക നിൽക്കും നമ്മൾ പകരം വീട്ടാൻ. ഈ ക്ഷമിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. സ്നേഹിക്കുവാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് സ്നേഹമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്തില്ല? അപ്പോൾ ആരെങ്കിലും ഒരു ദൈവ പൈതൽ എനിക്ക് സമാധാനമില്ല, എനിക്ക് വിഷമമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആ വ്യക്തിക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരല്ലേ, പകുതി ജഡവും പകുതി കർത്താവിൻ്റെ ആത്മാവും. അത് 50-50 അങ്ങ് മാറിയിട്ട് എന്ത് ചെയ്യണം? ഈ ജഡം അങ്ങോട്ട് ഒതുക്കണം. ദീർഘക്ഷമ, താഴ്മ. ജഡത്തോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ നീ ഒന്നുമില്ല, നീ ഇളകാനൊന്നുമില്ല. നിൻ്റെ പഴയ അനുഭവം നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പം കണ്ടതൊന്നും കണ്ട് നീ ഇളകണ്ട. ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കഴുതയ്ക്ക് ഒരു പ്രത്യേകതയും ഇല്ല. കഴുതയുടെ മേളിൽ യേശു ഇരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് കിട്ടുന്ന മാന്യതയും നിൻ്റെ മുമ്പിൽ വസ്ത്രം വിരിച്ചിടുന്നതും ആൾക്കാർ ഇത്രയും ഹോസന്ന പാടുന്നതും. കഴുതയെ നിന്നെ കണ്ടുകൊണ്ടല്ല, സ്തോത്രം, നിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ടാണ്.
യേശു നിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നിനക്ക് ഇത്രയും മാന്യത നീ താമസിക്കുന്ന ദേശത്ത് നിനക്ക് ലഭിക്കുന്നതെന്ന് മറന്നു പോകല്ലേ. ക്രിസ്തുവിൻ്റെ സമാധാനം നിൻ്റെ ഉള്ളിൽ വാഴട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് ചില വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം ഉള്ളിലുള്ളപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ, ഇവിടെ എഴുതിയിരിക്കുന്ന ക്രിസ്തു ഉള്ളിൽ വസിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 26-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ഐസയ്യാ 26:3. ആരാണ് ഈ സ്ഥിരമാനസൻ? ഇടയ്ക്കിടയ്ക്ക് ഇളകിപ്പോകുന്നത് ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിളക്കവുമില്ല. സ്ഥിരമാനസൻ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. മനസ്സിലായോ? ഈ ഇടയ്ക്കിടയ്ക്ക് ഈ വിഷമോ പ്രയാസമോ ടെൻഷനോ, ചിലപ്പോഴൊക്കെ നമ്മുടെ ഉറക്കത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പല കാര്യങ്ങൾ ചിന്തിച്ച് ഭാരപ്പെട്ട് വിഷമത്തിലൊക്കെ എഴുന്നേൽക്കുന്ന അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തുവാ, ഒരു സമാധാനം നമുക്ക് കിട്ടാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ആ വിഷമിക്കുന്ന കാര്യം ദൈവത്തിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ ദൈവം നമുക്ക് തരുന്ന സമാധാനം പൂർണ്ണ സമാധാനം, പെർഫെക്റ്റ് പീസ്. ദൈവം നമ്മളെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഇത് യഹോവയായ ദൈവമാണ് ആ പറഞ്ഞ, ഇതൊരു വാഗ്ദത്തമാണ് ദൈവം. മക്കളെ, മഞ്ഞുള്ള സ്ഥലത്ത് കൊണ്ടുപോകുന്നോ വേറെ എന്തെങ്കിലും ഹല്ലേലൂയ കോടികൾ മാസം തോറും വരുമാനം തരുമോ എന്നോ ഒന്നും പറഞ്ഞ് ഇവിടെ ആമേൻ പറയിപ്പിക്കുമല്ല. ഇതാ വാഗ്ദത്തം. 100 കോടി കൊടുത്താലും 1000 കോടി കൊടുത്താലും 8000 കോടി ആസ്തി ഉള്ളവനല്ലേ 14 നിലയുടെ മേളിൽ നിന്ന് ചാടിയത്. നിങ്ങൾക്കറിയാം, കോവിഡ് സമയത്ത് ഒരു വലിയ ബിസിനസ്സുകാരൻ 8000 കോടി തനിക്ക് സമാധാനം കൊടുക്കുവാൻ കഴിയത്തില്ല. വേറെ ചില നഷ്ടങ്ങളുണ്ടായി തനിക്ക്, പക്ഷേ അപ്പോഴും തനിക്ക് ആസ്തി ഉണ്ടായിരുന്നു ഇത്രയും. ഞാൻ പറഞ്ഞ മേളിൽ നിന്ന് ചാടേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ അവിടും തൻ്റെ ഈഗോയും ആ ചെറിയ വന്ന നഷ്ടം, ചില കോൺട്രാക്റ്റ് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ തനിക്ക് ആകെപ്പാടെ ഈഗോ ട്രബിൾ ഇല്ലേ. സ്തോത്രം. ലോക മനുഷ്യർക്ക് സമാധാനം കോടികൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ശലോമോൻ രാജാവ് പറയുന്നില്ലേ, ഏറ്റവും വലിയ ധനികൻ, ഏറ്റവും വലിയ ജ്ഞാനി, ഇനി അങ്ങനെ ഒരാൾ ജനിക്കത്തില്ല. താൻ പറഞ്ഞ ഇതെല്ലാം എന്തുവാ? മായ, സർവവും മായ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാനിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം മായ, ഇതൊന്നും നിനക്ക്. അപ്പം സന്തോഷം ഇവിടെ നമ്മൾ കണ്ടില്ലേ, സ്നേഹം, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ താഴ്മ ധരിച്ചാൽ, ദീർഘക്ഷമ ധരിച്ചാൽ, ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വസിക്കും, നിനക്ക് സമാധാനം കിട്ടും. അപ്പം സമാധാനവും സന്തോഷത്തിൻ്റെ കർത്താവ് നിൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ: ക്ഷമിക്കുക, മറക്കുക, സ്നേഹിക്കുക. അപ്പോൾ പൂർണ്ണ സമാധാനം കർത്താവ് നിൻ്റെ ഉള്ളിൽ തരും. ഈ നമ്മളെ ക്ഷമിക്കുവാനും മറക്കുവാനും ഒക്കെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇല്ലേ. നമ്മളെ ക്ഷീണമുള്ള നിർജീവ അവസ്ഥയിൽ നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനക്കാരൻ പറയുന്നതോടൊന്ന് വായിച്ച്, സങ്കീർത്തനം 119:165, 119:165. ഇവിടെ എഴുതിയിരിക്കുന്ന നിന്റെ പ്രമാണത്തോട്, ന്യായ പ്രമാണത്തോട്, യുവർ ലോ, യഹോവയായ ദൈവത്തോട് പറയുക, നിന്റെ അങ്ങയുടെ ന്യായപ്രമാണത്തിൽ പ്രിയം വെക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവരെന്ത് ചെയ്യത്തില്ല? മക്കളെ, ദൈവവചനം സ്നേഹിക്കുന്നവർക്ക്, ദൈവവചനം മുറുകെ പിടിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കും സമാധാനം. നേരത്തെ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് തികഞ്ഞ സമാധാനം. ദൈവവചനത്തെ ഇഷ്ടപ്പെടുകയും അതിൽ പ്രിയം വെക്കുന്നവർക്ക് ലോകത്തിൽ മറ്റുള്ള എന്തിനേക്കാൾ നമ്മൾ എന്തുവാ സ്നേഹിക്കേണ്ടത്? എന്തുവാ സ്നേഹിക്കേണ്ടത് ഈ മക്കളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ ഒക്കെ വിഷമം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ അങ്ങ് മുറുകെ പിടിക്കും, അക്ഷരികമായിട്ട് തന്നെ ഇല്ലേ. സ്തോത്രം. കാര്യം ഈ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഈ വചനമാണ് നമുക്ക് സമാധാനം തരുന്നത്. ക്ഷമിക്കുവാനും ഈ വചനം നമ്മുടെ ഉള്ളിൽ കയറുവാനും നമ്മളെ തികവുള്ളതാക്കി നിർത്തുവാനെല്ലാം ഈ സമാധാനം കൊടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ. മത്തായി സുവിശേഷത്തിലൊക്കെ ആ മലമേലുള്ള പ്രസംഗത്തിനകത്ത് ഒക്കെ അത് പറയുന്നുണ്ട്, ഗിരിപ്രഭാഷണത്തിൻ്റെ അകത്തൊക്കെ കർത്താവ് അത് ഓർപ്പിക്കുന്നുണ്ട്. എങ്കിലും യാക്കോബ് അത് വീണ്ടും ഓർപ്പിക്കുന്നത് കുറച്ചുകൂടെ ആഴത്തിലാണ്. നമുക്ക് അതോടൊന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാം. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, ജെയിംസ് 3:18. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം. സമാധാനം ഉണ്ടാക്കുന്നവർ, സമാധാനം വിതയ്ക്കുന്നവർ, അത് രണ്ടും ഒന്നാ. അവർക്ക് എന്ത് കിട്ടും? ഫലം കിട്ടും. അതിൻ്റെ ഫലം അത് സമാധാനവും സന്തോഷവും ദൈവത്തിൻ്റെ നീതി അവരുടെ മേലുണ്ടാവും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, സമാധാനം കൊടുത്താൽ സമാധാനം
അതിൻ്റെ കൂടെ നീതിയും കിട്ടും. ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേലെ. ഞാൻ സമാധാനം, ഇപ്പം എൻ്റെ ജീവിതത്തിൽ സമാധാനം കെട്ടാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ തന്നെ, വേറെ ആരുമല്ല. സമാധാനം എൻ്റെ ജീവിതത്തിൽ കെടുത്തിയാൽ അതിൻ്റെ കാരണം ആരാ? ഞാൻ സമാധാനം കൊടുത്താൽ അതിൻ്റെ ഫലമായ സമാധാനവും നീതിയും എനിക്ക് കിട്ടും. അപ്പം സമാധാനം കൊടുത്താൽ സമാധാനം കിട്ടും, അതല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ നീതിയും വേണം. ഞാൻ സമാധാനം കെടുത്തിയാൽ എനിക്ക് സമാധാനവും കിട്ടത്തില്ല, ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ വെളിപ്പെട്ടില്ലെങ്കിൽ പിന്നെ കർത്താവിൻ്റെ കരം എനിക്ക് വിരോധമായി തീരുമില്ലേ. അപ്പം നമ്മളിവിടെ 14 വാക്യത്തിലെല്ലാം നമ്മൾ കണ്ടു, തികഞ്ഞ സ്നേഹം ഉള്ളിൽ വസിക്കണേ, കർത്താവ് ഉള്ളിൽ വസിക്കും. സമാധാനം എങ്ങനെയാണ്? ആ തികഞ്ഞ സമാധാനത്തിൽ ദൈവം നിന്നെ നടത്തും. കർത്താവിൽ ആശ്രയിച്ചാൽ, വചനം പ്രിയം വെച്ചാൽ, സമാധാനം കൊടുക്കുമ്പോൾ. 16 വാക്യം വായിക്കാം, തിരിച്ച് നമ്മുടെ അധ്യായം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്ന 15 വാക്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ വസിക്കട്ടെ. 16 വാക്യത്തിൽ ദൈവത്തിൻ്റെ ആ വചനം ഇല്ലേ, ആ വചനത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ വചനം, ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നിന്നിൽ വസിക്കട്ടെ. അത് യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല, പച്ചയായ പുൽപ്പുള്ളുകൾ, അതൊക്കെ എല്ലാവർക്കും അറിയാം, കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം. അങ്ങനെ എന്തെങ്കിലും 2-3 വാക്യങ്ങളുള്ളിൽ വസിക്കുവാനല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, കുറച്ച് വചനം വസിക്കുവാനല്ല എഴുതിയിരിക്കുന്നത്, സമൃദ്ധിയായിട്ട്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി, ഞാനത് അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനം വെറുതെ വസിക്കുവാനല്ല, ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് റിച്ച്ലി ഡ്വെൽ ഇൻ യു എന്ന് എഴുതിയിരിക്കുന്നത്. അല്പമല്ല, സമൃദ്ധിയായിട്ട്. ഐശ്വര്യം എന്നവിടെ എഴുതിയിരിക്കുന്നു, അതിൻ്റെ ഇംഗ്ലീഷിലൊക്കെ കുറച്ചുകൂടെ നല്ല റിച്ച്ലി എന്ന് എഴുതിയിരിക്കുന്നു. കുറച്ചല്ല, സമൃദ്ധിയായിട്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം സമൃദ്ധിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യട്ടെ? ഐശ്വര്യമായിട്ട് വസിക്കട്ടെ. അങ്ങനെ ദൈവവചനം നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഇരിക്കട്ടെ. ബാക്കിയുള്ള ആഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും എൻ്റെ ഒറിജിനൽ സ്വഭാവങ്ങളും എൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ എടുത്തങ്ങോട്ട് കളാതെ, പുട്ട് ഓഫ് എന്ന് എഴുതിയിരിക്കുന്നത്, എടുത്ത് വലിച്ചെറി. ഇഷ്ടമല്ലാത്ത കാര്യമൊക്കെ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന വിഷയം, ദോഷം ചെയ്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ കളയുമല്ല, നമുക്ക് ദ്രോഹം ചെയ്തൊക്കെ നമ്മൾ വലിച്ചെറി. ഈ അടുത്തങ്ങും അല്ല, ദൂരെ പൊക്കോണം, ഇനി മേലെ ഇങ്ങോട്ട് വന്നേക്കലെന്ന് പറഞ്ഞ് ഈ ബന്ധനങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? വലിച്ചെറിഞ്ഞോണം, പുട്ട് ഓഫ്. എറിഞ്ഞുകൊണ്ട് ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? കർത്താവിൻ്റെ സമാധാനം. 15 വാക്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനം, 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. വസിക്കണമെങ്കിൽ അവിടെ അടുത്ത വാക്യത്തിൽ, തുടക്കത്തിൽ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെ ചെയ്യണം? സങ്കീർത്തനങ്ങളാൽ ഈ ആവശ്യമില്ലാത്തതൊന്നും നമ്മുടെ ഉള്ളിൽ വരാതെ എന്ത് ചെയ്യണം? സങ്കീർത്തനം എന്തോന്നറിയാം? പാട്ടുകൾ, അല്ലെങ്കിൽ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. അങ്ങനെ ഈ സങ്കീർത്തനം പറഞ്ഞാണ് നമ്മളെല്ലാം ഈ സങ്കീർത്തനത്തിന് ഒത്തിരി പ്രാധാന്യത കൊടുക്കുന്നത്. ഒത്തിരി ജീവിപ്പിക്കുന്ന വാക്യങ്ങൾ സങ്കീർത്തനത്തിലുണ്ട്. അതിലൂടെ നമുക്ക് വായിക്കാം. ഇതിനെപ്പറ്റി തന്നെ സങ്കീർത്തനം 71, 23, 24. Psalm 71 verse 23, 24. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. ഞാൻ കർത്താവിന് സ്തുതി പാടുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? എൻ്റെ അധരങ്ങൾ, നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും എൻ്റെ അധരവും ഘോഷിച്ചാനന്ദിക്കും. ഈ പാട്ടിൽ മാത്രമല്ല, നാവിൽ മാത്രമല്ല, എന്തു ചെയ്യും? എൻ്റെ പ്രാണനും ഞാൻ കർത്താവിന്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഓരോ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒത്തിരി പാട്ടുകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില പാട്ടുകളൊക്കെ നോക്കിയപ്പോൾ ഈ നന്മ മാത്രമേ ഉള്ളൂ, അതൊക്കെ മാറ്റി വെക്കും. കാരണം നന്മയൊക്കെ കർത്താവ് നമുക്ക് ആവശ്യത്തിലും അധികം തന്നിട്ട്, ഇതിലും ഇപ്പം കിട്ടുന്ന പോയിന്റിൽ, ഇപ്പം നിൽക്കുന്ന പോയിന്റിലും കൂടുതൽ തന്നാൽ ഞാനും നിങ്ങളും എന്തു ചെയ്യും? സൈഡായിപ്പോവും, ഹൈവേയിലോട്ട് പോവും, മാറിപ്പോവും. പിന്നെ ക്രൂശിൻ്റെ പാതയിലൊന്നും പോകാൻ നമുക്ക് താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് നന്മയൊക്കെ കർത്താവ്, അത് ദൈവത്തിൻ്റെ പദ്ധതി, അതൊക്കെ ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നന്മയല്ല ഇവിടെ വേണ്ടത്. ഇവിടെ എന്തുവാ വേണ്ടത്? സ്തോത്രം, ഒത്തിരി ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാകുവാൻ. അതുകൊണ്ട് ഞാൻ പാടുന്നത് കർത്താവിൻ്റെ വചനമായി തീരുമ്പോൾ എൻ്റെ അധരവും എൻ്റെ അന്തരവും എൻ്റെ പ്രാണനും എല്ലാം ഒന്നിച്ച് ഘോഷിച്ച് സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കുമ്പോൾ അതിൻ്റെ 24 വാക്യം, എൻ്റെ നാവും ഇടപെടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. ഈ സന്തോഷം വരണമെങ്കിൽ ഒന്ന് അധരം കൊണ്ട് പാടും,
രണ്ടാമത് എൻ്റെ നാവ് എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ നീതിയെക്കുറിച്ച് അപ്പോഴാണ് ദൈവിക സമാധാനം വരുന്നത്. ഇപ്പം മനസ്സിലായോ? ഈ നാവാണ് എല്ലാത്തിൻ്റെയും പ്രോബ്ലം എന്ന് മനസ്സിലായോ? അതുകൊണ്ടാണ് ശലോമോൻ അഭിഷേകം ഉണ്ടായിരുന്നപ്പം നമ്മളെ ഓർപ്പിച്ചിരിക്കുന്ന ഈ ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട, ദേഷ്യത്തിൽ സംസാരിക്കേണ്ട. എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ചിന്തിച്ച് മതി, കേൾക്കാൻ വേഗതയും പറവാൻ. കാരണം അല്ലെങ്കിൽ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാനും പറ്റത്തില്ല. അത് കർത്താവ് അവിടെ കുറിച്ചും വെക്കും. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു, എന്തോ ഒരു കാര്യം പുള്ളി പറഞ്ഞതാ, അത് കുനി അടുത്ത വരുന്ന തലമുറയ്ക്ക് ദോഷമായി തീരും, അതുകൊണ്ട് രേഖകളിൽ നിന്ന് എന്ത് ചെയ്യില്ല, അതങ്ങ് നീക്കിയേക്കാൻ. ഇവിടെ അങ്ങനെ ഒന്ന് ക്ഷമ ചോദിച്ച് പറഞ്ഞാൽ ഉടനെ മന്ത്രിമാരോ അവർ പറഞ്ഞാൽ ഉടനെ രേഖകളിൽ നിന്ന് എന്ത് ചെയ്യും? മന്ത്രിസഭ അല്ലെങ്കിൽ ആ ഒരു കൗൺസിലിൻ്റെ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ആ രേഖകളിൽ നീക്കും. ഇവിടെ നീക്കത്തില്ല. ഇവിടെ കർത്താവ് ഒരു കാര്യം കുറിച്ച് വെച്ചാൽ അതുപോലെ പിന്നെ യഥാസ്ഥാനപ്പെട്ട് ക്ഷമ ചോദിച്ച് നെടുമ്പാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നീക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണം. അപ്പം നാവാണ് ഇതിൻ്റെ എല്ലാം പ്രോബ്ലം. ഈ നാവ് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കാനും എന്തുവാ? സ്തോത്രം. മറ്റുള്ളവരോട് സ്നേഹത്തിൽ സംസാരിക്കാനും എന്തുവാ? ഇപ്പം നമ്മുടെ സമാധാനം കെടുത്താൻ ഈ നാവ് മതി. ഇവിടെ കർത്താവ് പറയുന്നത് ഈ സങ്കീർത്തനത്തിൽ ഓർപ്പിച്ചില്ലേ, എൻ്റെ ഈ അധരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കർത്താവിനെ പാടി സ്തുതിക്കും, എൻ്റെ അധരവും എൻ്റെ പ്രാണനും ഒരുപോലെ സന്തോഷിക്കും. അതുമാത്രമല്ല 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഈ അധരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കൂടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി ഞാൻ ആരോട് സംസാരിക്കും? സഭയിലും സംസാരിക്കും. എൻ്റെ യേശുവിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി ഞാൻ സംസാരിക്കും. നമുക്ക് ഒന്നുകൂടെ 16-ാമത്തെ വാക്യത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഐശ്വര്യമായിട്ട് സകല ജ്ഞാനത്തോടുകൂടി, ദൈവമക്കളെ അല്പമല്ല, സ്വർഗീയ ജ്ഞാനം പ്രാപിച്ച് സകല ജ്ഞാനത്തോടുകൂടി, വളരെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും മുമ്പോട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു പൊസിഷൻ അയ്യോബിൻ്റെ ജീവിതത്തിലില്ലേ. ഒന്നും താൻ തെറ്റ് ചെയ്തില്ല, താൻ ബ്ലണ്ടായിപ്പോ എന്നൊക്കെ നമ്മൾ പറയല്ലോ. എന്തിനായി ഈ ശിക്ഷ എൻ്റെ ജീവിതത്തിൽ വന്നത്? ഞാൻ ദോഷമായിട്ട് കർത്താവിനൊന്നും ചെയ്തില്ല. ദൈവനാമം ദൂഷിപ്പിക്കുന്ന ഒരു അനുഭവം. നീതിമാനായ അയ്യോബ്, എന്തുവാ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? മക്കളൊക്കെ മരിച്ചു. ഒരടി കിട്ടുമല്ല, ഒരു വാഹനം ഇടിച്ച് നശിക്കുകയോ ബിൽഡിംഗ് തകർന്ന് വീണോ ഒന്നുമല്ല. ബിൽഡിംഗ് തകർന്ന് വീണ് മക്കളും ദാസിദാസന്മാരും ആടുപാടുകളും എല്ലാം കൂടി ഒറ്റയടിക്ക് പോവുക. പിന്നെ ആരുണ്ട്? ഒന്നും ചെയ്യാൻ പറ്റാത്ത താനും തൻ്റെ ഭാര്യയുണ്ട്. അതും എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ മുമ്പിൽ ഒന്നും, അപ്പോഴും തന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനമായില്ലേ. ഇയ്യോബ് 23:12, ജോബ് 23:12. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല, അവന്റെ വായിന്റെ വചനങ്ങളെ എന്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. I have treasured the word of his mouth more than necessary food എന്ന് എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ വചനം വിട്ട് ഞാൻ മാറിയിട്ടുമില്ല. ഒന്ന്, അതിൻ്റെ കാരണം എന്നാണെന്നറിയാം? എനിക്ക് ആവശ്യമായ എൻ്റെ ആഹാരത്തേക്കാൾ. ആഹാരം നമുക്ക് 3-4 നേരം ആവശ്യം, അത്രയ്ക്ക് ആവശ്യമാണ്. ഇല്ലേ നമ്മൾ ക്ഷീണിച്ചു പോകും. ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളതാണ് ശ്വസിക്കാൻ വായുവും ആഹാരവും വെള്ളവും. എൻ്റെ ആഹാരത്തേക്കാൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ഹാവ് ട്രഷേർഡ്. അതിനേക്കാൾ പ്രാധാന്യതയുള്ളതും അതിനേക്കാൾ ഞാൻ ജീവിതത്തിൽ പ്രാധാന്യത കൊടുക്കുന്നതും ദൈവത്തിൻ്റെ വചനത്തെ. ഇല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ ഞാൻ അതിനെ വളരെ സൂക്ഷിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ഒരു നിധി പോലെ. ഐ ഹാവ് ട്രഷേർഡ്. ഒരു നിധിക്ക് കൊടുക്കുന്ന വില പോലെ. മറ്റ് ലോകത്തിൽ എന്തിനേക്കാൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്ന, സ്വർഗത്തോളം നമ്മളെ എത്തിക്കുവാൻ കഴിയുന്ന, സാത്താൻ്റെ മേൽ ജയം തരുവാൻ കഴിയുന്ന, നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം തരുന്നത്, നമ്മളെ ജയാജീവിതം നയിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന, സ്തോത്രം, പാപത്തെ വിട്ടുമാറി ജീവിക്കുവാൻ, വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ആ പേഴ്സണാലിറ്റി എന്നിൽ വരുവാൻ എന്നെ പണിതെടുക്കുന്ന ആ ദൈവവചനത്തിന്. അതാരോ അവിടെ ഇവിടെ ഇരുന്ന് എഴുതിയതല്ല. അവരെ എഴുതുവാൻ ദൈവം തൂലികയായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ അരുളപ്പാടാന്ന് ഒന്നുകൂടി ഇവിടെ വ്യക്തമാക്കുക. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ വചനത്തെ, അതുകൊണ്ടാണ് ഇയ്യോബ് ജയിച്ചത്. തകർന്നു പോയനെ അല്ലെങ്കിൽ ഇയ്യോബ്, ഇല്ലേ? യെരമ്യാവ് പ്രവാചകനും നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നു. യെരമ്യാവിൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളാണ് വന്നത്.
താൻ ധൈര്യമായിട്ട് ശുശ്രൂഷ ചെയ്യുക, രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുക. എത്ര വട്ടമോ തന്നെ കൊല്ലാനായിട്ടിട്ട് താൻ ശുശ്രൂഷ തുടങ്ങിയപ്പോഴൊരു ബാലനായിരുന്നു. താൻ പറയുന്നതൊന്നും ഇസ്രയേൽ പോലും കേൾക്കുന്നില്ല. അഭിഷക്തനായ രാജാവ് തൻ്റെ അഭിഷേകമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് തനിക്ക് ഉടനെ അഭിഷേകം നഷ്ടപ്പെട്ടാൽ പിന്നെ ഉടനെ എന്ത് ചെയ്യുക? അഭിഷേകം ഉള്ളവനെ കൊല്ലാനാ, ശൗൽ ദാവീദിനെ കൊല്ലാൻ നോക്കിയ പോലെ എത്ര പ്രാവശ്യം യെരമ്യാവ് ആ വിഷമത്തിലും ആ ഭാരത്തിലും ഒക്കെ തന്നെ ബലപ്പെടുത്തി നിർത്തിയത് എന്തുവാന്നോട് വായിച്ചിട്ട് യെരമ്യാവ് 15:16, ജെറമ്യ 15:16. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും തന്നെ ബലപ്പെടുത്തുവാനും ജീവിപ്പിക്കുവാനും ജീവിതത്തിൽ സന്തോഷം തരുവാനും കാരണം ഒന്ന്, ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ കാരണം നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു. ആ വചനം എനിക്ക് സന്തോഷവും അങ്ങനെ എനിക്ക് എല്ലാ വിഷയത്തിലും എന്ത് ചെയ്തു? ജയം യെരമ്യാവിന് പ്രാപിക്കുവാൻ ആ വെളിപ്പാടുകളൊക്കെ എന്ത് തീരുമാനമെടുക്കണം, എന്ത് സംസാരിക്കണം, എത്ര വർഷം എത്ര പ്രാവശ്യം കൊല്ലാനായിട്ട് പൊട്ടക്കുഴിയിലിട്ടാലും യെരമ്യാവിനറിയാം എൻ്റെ ദൈവം പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ പൊട്ടക്കുഴി കിടന്നുകൊണ്ടും തന്നെ കൊല്ലാനിട്ടിരിക്കുമ്പോഴും തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാര്യം രാജാവിനൊന്നും കൊല്ലാൻ കഴിയത്തില്ല, രാജാവ് ഒന്നുമില്ല. അവിടെ നിന്നൊക്കെ ഞാൻ ഇറങ്ങി വരും, വീണ്ടും ദൈവത്തിൻ്റെ ശുശ്രൂഷ ഞാൻ കണ്ടിന്യൂ ചെയ്യും. നമ്മളോട് ഇത്രയും പോരാട്ടമുള്ളത് ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഈ ഭവനത്തിലിരുന്ന് വല്ലപ്പോഴും ഒക്കെ ഇറങ്ങി ആൾക്കാരെയൊക്കെ കാണുന്ന എന്നേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി അല്ല, അതിനുവേണ്ടി ഞാൻ ഇറങ്ങണം. ഞാൻ ഫോഴ്സ് ചെയ്ത് ഇറങ്ങി ഓരോ ഭവനങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വല്ല ഫോണിൽ കൂടെ ഒക്കെ ആൾക്കാരെ എൻകറേജ് ചെയ്യണം. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ആൾക്കാരെ കാണുന്ന ആരാ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളല്ലേ? എത്ര കിലോമീറ്റർ എന്നേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്നുണ്ട്, എത്ര മനുഷ്യരെ കാണുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ദൈവദാസനേക്കാൾ കൂടുതൽ ആൾക്കാരെ നിങ്ങളുടെ മുമ്പിൽ ദൈവം കൊണ്ടുവരുന്നത് ഇല്ലേ? എത്ര ചെറുപ്പക്കാർ, എത്ര കൂട്ടുകാർ, പിള്ളേർക്ക് വരെയും എത്ര ഓപ്പർച്യൂണിറ്റിയാണ് കർത്താവ് തരുന്നത്. അവിടെ ഒക്കെ ദൈവത്തിൻ്റെ വചനം രാവിലെ കർത്താവ് എന്നെ സഹായിക്കണേ, സ്കൂളിലൊക്കെ പഠിക്കാൻ സഹായിക്കണമെന്നുള്ള ഒറ്റ പോക്കല്ല, ഓഫീസിൽ എന്നെ സഹായിക്കണേ, നോ. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ദൈവവചനം അല്പസമയം ഇച്ചിരി നേരത്തെയൊക്കെ ഒന്ന് ഉറങ്ങിയാൽ അല്പം നേരത്തെയൊക്കെ ഒന്ന് എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഒത്തിരി നേരത്തെയൊക്കെ എഴുന്നേക്കാൻ ഇനി ഇപ്പോഴത്തെയൊക്കെ രീതി അനുസരിച്ച് പറ്റിയില്ലേ പോലും അല്പസമയം ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രതയോട് രാവിലെ ഇരിക്കണമെന്നേ. ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ദിവസം പരാജയമായി തീരുന്നേ, അല്ലെങ്കിൽ ആ ദിവസം സാത്താൻ പലവിധ വേദനകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നേ. ഇവിടെ യെരമ്യാവ് പറയുന്നു, നിൻ്റെ വചനം കണ്ടെത്തി നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം, എന്നിട്ട് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അബ്സോർബ് ചെയ്ത്, സ്പോഞ്ച് അബ്സോർബ് ചെയ്യുന്ന പോലെ. സ്തോത്രം. അതങ്ങ് ജീവിതത്തിലേക്ക് വരട്ടെന്നേ. കർത്താവ് പറയുന്നത് ഞാൻ കേട്ടോളാം എന്ന് തീരുമാനമെടുക്കുന്നേ. സ്തോത്രം. ഞാൻ താഴ്ന്നു പോവല്ല. ഒത്തിരി വിഷയങ്ങൾ ഈ ക്ഷമിക്കുകയും താഴ്മ ധരിക്കുകയൊക്കെ അയ്യോ ഞാനങ്ങ് ദേശത്തിൽ ആൾക്കാരൊക്കെ എന്നോട് ഞാനൊന്നും പ്രതികരിക്കാതെ താഴ്ന്നു പോയാൽ ഞാൻ കൊച്ചായി പോകുമോ? നോ. പ്രൈസ് ലോർഡ്. അവിടെയൊക്കെ കർത്താവിനറിയാം നീ ആരാന്നും നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആരാന്നും തെളിയേണ്ട സമയത്ത് അതൊക്കെ തെളിഞ്ഞോളും. ദൈവത്തിനുള്ള മഹത്വം ആ കഴുതയ്ക്കും കിട്ടിയ പോലെ എന്തു ചെയ്യും? കർത്താവ് ആരാന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും വലിയ സന്തോഷമായി തീരും. കാര്യം അതൊക്കെ നമ്മളെ ലോകത്തിൽ നമ്മൾ ആരാന്ന് തെളിയിക്കുന്ന സമയങ്ങളാണ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണെന്ന് തെളിയിക്കുന്ന സമയങ്ങൾ. അതുകൊണ്ട് ആ ജ്ഞാനത്തിലും ശക്തി, ഞാൻ പറഞ്ഞ എടുത്തിയാട്ടങ്ങളൊന്നും വേണ്ട, ഒത്തിരി ഫോക്കസ് വേണം. ജോലിയിലൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ കാണും, ഒത്തിരി ടെൻഷനുകൾ കാണും. അതൊക്കെ ലഘുവാക്കി തീർന്ന് എന്തിനാ ഈ ഭാരം വഹിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ ഭാരം വഹിക്കുന്നത്? ഭാരം വഹിക്കാമെന്ന് ഒരാൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്തിനാണ് ഈ ഭാരം വഹിക്കുന്നത്? നമ്മുടെ പ്രയാസവും ഹാലല്യ നമ്മുടെ ഈ സന്തോഷം കെടുത്താൻ സാത്താൻ പലവിധ കാര്യങ്ങൾ ചെയ്യുമില്ലേ? ഒന്ന് തോക്കുമ്പോൾ അടുത്ത പദ്ധതിയുമായിട്ട് വരും. കഴിഞ്ഞ ആഴ്ച വലിയ കുഴപ്പമില്ലായിരുന്നെന്ന് വിചാരിച്ച് ഈ ആഴ്ച അങ്ങനെ ആകാൻ പോകുന്നില്ല ചിലപ്പം. ഞാൻ പറഞ്ഞില്ല, ഒന്ന് തോക്കുമ്പോൾ നാണമില്ലാത്തവൻ അടുത്ത എത്ര ശാസിച്ച് വിട്ടാലും എത്ര അവനെ ലജ്ജിപ്പിച്ച് നാണം കെട്ടില്ലേടാ ഈ പ്രാവശ്യം നമ്മൾ ചോദിച്ച് അവനെ നാണം കെടുത്തി വിട്ടിയാലും പിന്നെയും അവൻ വരും. അതിന് അടുത്ത ദിവസം വരെയും പോകേണ്ട, അടുത്ത മണിക്കൂർ അവൻ നിൻ്റെ മുമ്പിൽ വരും. സോ അല്ല അവിടെ ഒക്കെ ജയം പ്രാപിക്കുവാൻ വളരെ ഫോക്കസ്ഡായി ഞാൻ നിൻ്റെ വചനം ഭക്ഷിച്ചു, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. ദൈവമക്കളെ, സാത്താൻ ലജ്ജിക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യം സമ്പൂർണ്ണ ആശ്രയം, സമ്പൂർണ്ണ സമർപ്പണം. നമ്മൾ ആദ്യമേ മനസ്സിലായിട്ട് വായിച്ചില്ലേ? കർത്താവ് ആരാന്ന് അറിഞ്ഞ് നിന്നെ സൃഷ്ടിച്ചവൻ ആരാന്നുള്ള പരിജ്ഞാനം പ്രാപിച്ചു വേണം എന്ത് ചെയ്യണം?
പുതുക്കം പ്രാപിക്കണം. അതനുസരിച്ച് ആ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറ്റുള്ളവരൊക്കെ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വലിയൊരു ഹല്ലേലൂയ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ ഇടയായിത്തീരും. ദൈവം തരുന്ന എല്ലാ അവസരവും കർത്താവിന് വേണ്ടി ഉപയോഗിക്കാം. ശുദ്ധിയുള്ള അതരത്തോടുകൂടി, ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടി കർത്താവിനെ സ്തുതിച്ച് പാടുവാനും ഹല്ലേലൂയ ആ വചനം ഭക്ഷിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ